ദുഃഖവെള്ളി ആചരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടക്കുകയാണ്. മലയാറ്റൂർ പള്ളിയിലേക്ക് ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സീറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ മാർ റാഫേൽ തട്ടിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. മലയാറ്റൂരിൽ നിന്ന് ആൻമരിയ സണ്ണി ചേരുമതിൽ കൊച്ചിയിലെ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് നിന്ന് ലിഡിയ ജേക്കബും പാളയത്തു നിന്ന് എസ് വിനേഷ് കുമാറും തത്സമയം ചേരുകയാണ്. ആദ്യം ആൻമരിയ സണ്ണിയിലേക്ക്. ആൻമരിയ, മലയാറ്റൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് വിശ്വാസികൾ എത്തിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം മലയാറ്റൂർ എത്രത്തോളമാണ് ആയിരങ്ങളെ കൊണ്ട്, വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ ഏകദേശം ഒരു 4:30 സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ അല്പസമയങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഇവിടെ എത്തിയത്. കാരണം വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ ഒന്നും നടന്നെത്താൻ പറ്റുന്ന രീതിയിലല്ല ഇവിടുത്തെയുള്ള ആളുകളുടെ ഒഴുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വലിയ നിയന്ത്രണവുമുണ്ട്. വിശ്വാസികൾക്ക് മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. കാരണം ത്യാഗത്തിന്റെയും പീഡാനുഭവത്തിന്റെയും അതോടൊപ്പം തന്നെ പാപമോചനത്തിന്റെയും എല്ലാം ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം അത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവർ അതിന് തെരഞ്ഞെടുക്കുന്നതും ഈ മലയാറ്റൂർ തന്നെയായിരിക്കും. വിശ്വാസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സെന്റ് തോമസ് ഇവിടെ എത്തി എന്നുള്ളൊരു വിശ്വാസവും അവർക്ക് ഉണ്ട്. അത് പ്രായമെന്നോ അല്ലെങ്കിൽ പ്രായമായവരെന്നോ കുട്ടികളൊന്നും എന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. ചെറിയ കുരിശും വലിയ കുരിശും ഒക്കെ ആയിട്ട്. എവിടെ നിന്നാ വരുന്നേ? പൂത്തങ്ങട്ട്. എല്ലാ വർഷവും വരുന്നതാണോ? മുഴുവൻ മൊത്തം കയറുമോ? അങ്ങനെ തന്നെയാണ്, വലിയ വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ പറയുന്നത്. ചെറിയ കുട്ടികളുണ്ട്. SK, നമ്മൾ ആദ്യം വന്ന സമയത്ത് നമ്മൾ കുഞ്ഞു കുട്ടി വരെ കുഞ്ഞൊരു കുരിശുമായിട്ടൊക്കെ കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞു വാവ വരുന്നുണ്ട്. എവിടുന്നാ വരുന്നത്? എന്താ പേരെന്താ? ഈ മല മൊത്തം കയറുവോ? ആദ്യമായിട്ടാണോ വരുന്നത്? വലിയ വിശ്വാസം ഉണ്ടോ? ആണോ? ഈശോയിലെ വിശ്വാസമാണോ? ഇത് തന്നെയാണ്, എല്ലാവർക്കും നല്ല വിശ്വാസവും ഒക്കെ ഉണ്ട്. ചേച്ചി എല്ലാ വർഷവും വരാറുള്ളതാണോ? ഇല്ല, കഴിഞ്ഞ വർഷം ഒന്നും വന്നില്ല. 3-4 വർഷം വന്നിട്ടുണ്ട്. വലിയ വിശ്വാസം. അത് തന്നെയാണ്. കാരണം വലിയ പാടാണ് ഈ മലകളെല്ലാം കയറി ഏറ്റവും മുകളിലേക്ക് 14 സ്ഥലങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് യേശുവിന്റെ പീഡാനുഭവത്തിന് മുൻപായിട്ടുള്ള അല്ലെങ്കിൽ കുരിശുമരണത്തിന് മുൻപായിട്ടുള്ള കാൽവരി യാത്ര, അത് 14 സ്ഥലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആ 14 സ്ഥലങ്ങളുടെ അനുസ്മരണം കൂടിയാണ് ആ മലയാറ്റൂർ മല എന്ന് പറയുന്നത്. ഓരോ മല കയറുമ്പോഴും പൊന്നും കുരിശു മുത്തപ്പ പൊന്മുടി കയറ്റം എന്നൊരു പ്രാർത്ഥനയും മനസ്സിൽ ചൊല്ലിക്കൊണ്ടാണ് ഓരോ വിശ്വാസികളും കടന്നു പോകുന്നത്. അവർക്ക് ഈ 50 നോമ്പുകൾ, അത് ക്രിസ്ത്യാനികൾക്ക് ഈ ഈസ്റ്ററിനോടനുബന്ധിച്ച് 50 നോമ്പുകളുണ്ട്. ആ 50 നോമ്പുകളുടെ ആരംഭം മുതൽ തന്നെ മലയാറ്റൂരിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇവിടെ എത്തുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനുള്ള സേവനങ്ങളുമുണ്ട്. ഇതിന് താഴെയായിട്ടും അതിനുള്ള ഡോക്ടർമാരുടെയും ഒക്കെ സേവനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ വലിയ തരത്തിലുള്ളൊരു നിയന്ത്രണവും ഈ ഭാഗത്തേക്ക് വരുമ്പോഴുണ്ട്. SK, എന്തായാലും ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ത്യാഗത്തിന്റെ ദിവസങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസം. ഇത് വിശുദ്ധ വാരത്തിന്റെ ആ ഓരോ ദിവസവും അവർക്ക് ത്യാഗത്തിന്റെ കൂടെയായിരുന്നു. നാളെ ഇനി ദുഃഖശനിയാണ്. അതിനുശേഷം യേശുവിന്റെ ഉയർപ്പിന്റെ ആ മഹനീയമായിട്ടുള്ള സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ മഹനീയമായിട്ടുള്ള ദിവസത്തിലേക്ക് കടന്നു പോകുമ്പോൾ ചേട്ടാ, ഇതിപ്പോ അപ്രതീക്ഷിതമായി കണ്ടതാണ്. എന്റെ നാട്ടുകാരനാണ്. വെൺമണിയിലല്ലേ വരുന്നത്? എല്ലാ വർഷവും വരാനുള്ളതാണ്? എല്ലാ വർഷവും ഉണ്ട്. ഇപ്പൊ കോവിഡ് വർഷം വന്നില്ല, ബാക്കി എല്ലാ വർഷവും വന്നു. ചേച്ചി, ഭയങ്കര പാടല്ലേ ഇവിടെ കയറാൻ വേണ്ടിയിട്ട്? എന്നാലും പാടില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കൊറോണ കഴിഞ്ഞ പിന്നെ ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷം വന്നു, ഈ വർഷവും വന്നു. കൊറോണ കഴിഞ്ഞ പിന്നെ ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കാലിനൊന്നും ഒരു വേദനയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും വലിയ വിശ്വാസമാണ്. എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ മലയാറ്റൂർ മല കയറുമ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആയിരങ്ങളുടെ ഒഴുക്ക് അത് മലയാറ്റൂരിലേക്ക് വീണ്ടും വീണ്ടും ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് SK നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ടും പങ്കുവയ്ക്കാനുമായിട്ടുള്ളത്. ഇനിയും ആൻമരിയ സണ്ണിയാണ് വിവരങ്ങളുമായി ചേർന്നത് മലയാറ്റൂർ നിന്ന്. ഇനി കൊച്ചിയിൽ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് ലിഡിയ ജേക്കബ് ഉണ്ട്. ലിഡിയ ജേക്കബ് തത്സമയം ചേരുന്നു. ലിഡിയ, ഗുഡ് മോർണിംഗ്. പറയൂ ലിഡിയ. SK, യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെയും ഒപ്പം കുരിശുമരണത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ഞാനുള്ളത് മൗണ്ട് സെന്റ് തോമസിലാണ്. സീറോ മലബാർ സഭ ആസ്ഥാനമാണ്. ഇവിടെ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലൂടെയാണ് കടന്നുപോകുന്നത്. രാവിലെ മുതൽ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. 7 മണിക്കാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ, കുർബാനയും മറ്റ് ചടങ്ങുകളുമാണ് ഇന്ന് ഉള്ളത്. ഒപ്പം കയ്പുനീര്
കുടിക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ ഈ കുർബാനയ്ക്ക് ശേഷം നടക്കും. ഇവിടെ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് റാഫേൽ തട്ടിലാണ് കുർബാനയ്ക്കും മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകൾക്കും ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുക. ഒപ്പം പാമ്പാടി ദയറയിൽ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പ്രാർത്ഥനാ ചടങ്ങുകൾക്കും കുർബാനകൾക്കും നേതൃത്വം നൽകും. ഒപ്പം പള്ളിക്കര സെന്റ് മേരീസ് കത്തീഡ്രലിൽ യാക്കോബായ സഭ അധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. അതുപോലെ തന്നെ എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. അങ്ങനെ വിവിധ പള്ളികളിൽ പ്രത്യേകിച്ച് സഭാ ആസ്ഥാനങ്ങളിലൊക്കെ വലിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും എന്ന് പറയുന്നത് ഈ വിശ്വാസികളുടെ വിശ്വാസയാത്രയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. വിശുദ്ധ ഭാരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. യേശുക്രിസ്തു വലിയ ത്യാഗത്തിന്റെയും ഒപ്പം സ്നേഹത്തിന്റെയും ഒരു മാതൃക കാണിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വേണ്ടി കുരിശുമരണം വരിച്ചതിന്റെയും ഒപ്പം പീഡാനുഭവം നടത്തിയതിന്റെയും ഒക്കെ വലിയ ഒരു ഓർമ്മ തന്നെയാണ് പുതുക്കുന്നത്. ആ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ടും ആണ് ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കുർബാന എന്ന് പറയുന്നത് വലിയ നീണ്ട ഒരു കുർബാനയാണ്. അതിൽ പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ കൈപ്പുനീർ അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടാകും എന്ന്, കൈപ്പുനീർ കുടിക്കുന്നത് അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് 50 നോമ്പ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു 50 ദിവസം തങ്ങളുടെ ഇഷ്ടഭക്ഷണങ്ങളും മാംസങ്ങളും ഒക്കെ വർജിച്ച് ഇത്തരത്തിലൊരു വിശുദ്ധമായിട്ടുള്ള ഒരു വാരത്തിലേക്ക് കടക്കുകയും പിന്നീട് ഈ പെസഹ അടക്കമുള്ള ദുഃഖവെള്ളി അടക്കമുള്ള ആചരിച്ച ശേഷമാണ് ഉയിർപ്പിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഉയിർപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. ആ ഒരു ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ഓർമ്മകൾ, പീഡാനുഭവത്തിന്റെ ഓർമ്മകൾ, ഒപ്പം ഈ കുരിശുമരണത്തിന്റെ ഒക്കെ ഓർമ്മകൾ ആചരിക്കുകയാണ്. അത്തരത്തിൽ വിവിധ ദേവാലയങ്ങളിൽ വലിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ചടങ്ങുകളും ഒക്കെ നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.